2024 ഫെബ്രുവരിയിൽ കൊട്ടിയൂർ പന്ന്യാമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ മുള്ളുകമ്പി വേലിയിൽ കുടുങ്ങിയ കടുവയെ വനപാലകർ മയക്കുവെടിവെച്ച് പിടികൂടിയ സംഭവത്തിൽ സ്ഥലത്തിന്റെ സർവേ നമ്പറും സ്കെച്ചും കൈവശ സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കൊട്ടിയൂർ വില്ലേജ് ഓഫീസർക്ക് കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നോട്ടീസ്. ഇത്രയും രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ആദ്യം വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നതായും അത് ലഭ്യമായി കാണാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി രേഖകൾ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് കൊട്ടിയൂർ വില്ലേജ് ഓഫീസർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് രേഖകളെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. കടുവയെ പിടികൂടിയ സമയത്ത് സ്ഥല ഉടമയുടെ പേരിൽ കേസെടുക്കില്ലെന്ന് വനപാലകർ ഉറപ്പു നൽകിയിരുന്നു. അത് ലംഘിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണ കർഷകരുടെ പേരിൽ കേസെടുക്കുന്ന നിലപാടുമായി മുന്നോട്ട് വന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടിലൂടെ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്ന് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 13-ാം തീയതി പന്ന്യാമലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അവരുടെ മുള്ളുകമ്പിയിൽ കടുവ കുടുങ്ങി അതിനെ ഫോറസ്റ്റുകാര് മയക്കുവെടി വെച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ആ കൊണ്ടുപോയതിനു ശേഷം ആ കടുവ ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് അതിനുശേഷം ഈ പറമ്പുടമസ്ഥന്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട് ഒരു കാരണവശാലും കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ വന്ന് മുള്ളുകമ്പി കടുവ കുടുങ്ങിയതിന്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുക്കരുതെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും എടുക്കുകയല്ലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥര് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വില്ലേജ് സമിതി കൂടിയപ്പോൾ അവിടെ ഈ പറമ്പുടമസ്ഥന്റെ സ്കെച്ചും പ്ലാനും അതിന് ഡീറ്റെയിൽ എല്ലാം ചോദിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കത്ത് വില്ലേജിൽ വന്നതായിട്ട് അറിഞ്ഞു എന്നല്ല, നമ്മുടെ കൈവശം കിട്ടി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, കൃഷിഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങൾ അതിനെ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വനംവകുപ്പിന്റെയാണ്. കൃഷിഭൂമിയിൽ ഇറങ്ങി നമ്മുടെ കമ്പിവേലികളിൽ കുടുങ്ങി അതിന് ചത്തിട്ടുണ്ടെങ്കിൽ അല്ല അത് മയക്കുവെടി വെച്ച് പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വനംവകുപ്പിനാണ്. അതിന്റെ പേരിൽ സാധാരണക്കാരായ കൃഷിക്കാരുടെ പേരിൽ കേസെടുക്കുന്ന സംവിധാനമായിട്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും വനംവകുപ്പിന് ഈ നാട്ടിൽ കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. അത് തീർത്ത് പറയുകയാണ്. വനംവകുപ്പ് എത്ര ശക്തിയാണേലും വകുപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥര് എത്ര ശക്തി ഉണ്ടെങ്കിലും ഒരു കാരണവശാലും ജനങ്ങൾക്കെതിരെ കേസെടുക്കാൻ തെറ്റായ രീതിയിൽ കേസെടുക്കുന്ന സംവിധാനത്തിലേക്ക് കടന്നാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഈ നാട്ടിലെ നമ്മള് പഞ്ചായത്തിൽ ഇരിക്കുന്നവർത്തരം കാലം ഈ കേസെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എതിരെ കേസെടുക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വനം വകുപ്പിന് ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, നല്ല രീതിയിൽ ജോലി ചെയ്ത് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അത് ഉറപ്പാണ്. കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി പിൻവലിക്കണം. ഇല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊട്ടിയൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അടിയന്തരമായിട്ടും ഈ കേസ് അവരുടെ പേരിൽ നിന്ന് പിൻവലിച്ച് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലെങ്കിൽ ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ നാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുമ്പോഴാണ് നമ്മൾ മുള്ളുകമ്പിയൊക്കെ ഇടുന്നത്. അതിൽ വന്ന് കടുവയോ പുലിയോ ഇല്ലെങ്കിൽ ഇനി ആന ഏത് വന്ന് കുടുങ്ങിയാലും അതിന്റെ ഉത്തരവാദിത്വം വനപാലകർക്കാണ്, അതിന്റെ വകുപ്പിനാണ്. ഒരു കാരണവശാലും ഇങ്ങനെ വരുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാണ്ട് സാധാരണ ജനങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ തങ്ങിയോ ഇവിടെ നിന്നോ ജോലി ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ സമ്മതിക്കില്ല. അതിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാതെ മാന്യമായിട്ട് ഈ പറയുന്ന ആൾക്കാരുടെ പേരിലുള്ള കേസ് ഒഴിവാക്കിക്കൊണ്ട് വനം വകുപ്പ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഹൈവിഷൻ ന്യൂസ് കേരളം.